CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മികച്ച കായിക കേരളത്തിനായി തദ്ദേശ സ്ഥാപനങ്ങളും സ്പോർട്സ് കൗൺസിലും കൈകോർക്കണമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക കേരളത്തിന്റെ കുതിപ്പിന് കരുത്തു പകരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുഖാമുഖം സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യനിയന്ത്രണാധികാരം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യനിരോധന സമിതി മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹം ഈ മാസം 14 സമാപിക്കും. സമരം സംസ്ഥാന വ്യാപകമായി പ്രചരിപ്പിക്കാൻ മദ്യനിരോധന സമിതി. മദ്ദള വിദ്വാൻ ചെർപ്പുളശ്ശേരി ശിവന് പ്രഥമ നവ അശ്വത്ഥ ദേവി പ്രസാദ പുരസ്കാരം സമ്മാനിച്ചു. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പുരസ്കാരം. 11,111 രൂപയും പ്രത്യേകം തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും കൈമാറി. താനൂർ കോറോഡ് GMLP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖല സമ്പദ് മേഖലയായി വളർന്ന സാഹചര്യത്തിൽ പഠനേതര വിഷയങ്ങൾക്കും സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് മന്ത്രി. മികച്ച കായിക കേരളത്തിനായി തദ്ദേശ സ്ഥാപനങ്ങളും സ്പോർട്സ് കൗൺസിലും കൈകോർക്കണമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കായിക കേരളത്തിന്റെ കുതിപ്പിന് കരുത്തു പകരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സ്പോർട്സ് കൗൺസിലും തദ്ദേശ സ്ഥാപനങ്ങളും സഹകരിച്ച് മികച്ച കായിക അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും കായിക പഠനം പ്രൈമറി തലം മുതൽ പ്രാവർത്തികമാക്കാൻ ഗ്രാമപഞ്ചായത്തുകൾ പ്രയത്നിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 830 പഞ്ചായത്തുകളിൽ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചതായും ബാക്കിയുള്ള ഇടങ്ങളിൽ ഉടൻ രൂപീകരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി അനുസരിച്ച് ഇനി 165 പഞ്ചായത്തുകളിലാണ് കളിക്കളം നിർമ്മിക്കാനുള്ളത്. തദ്ദേശ സ്ഥാപന മേധാവികളുടെ അപേക്ഷ ലഭിച്ചാലുടൻ ഈ പഞ്ചായത്തുകളിൽ 1 കോടി രൂപ ചെലവിൽ കളിക്കളവും സ്പോർട്സ് ഉപകരണങ്ങളും സൂക്ഷിക്കുന്നതിനുള്ള മുറിയും നിർമ്മിക്കും. ഇതിനായി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അനുവദിക്കുന്ന 50 ലക്ഷം രൂപയ്ക്ക് പുറമെ ബാക്കി തുക MLA MP ഫണ്ട് വഴിയോ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വഴിയോ കണ്ടെത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും കായിക മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെ തന്നെ പങ്കെടുപ്പിച്ചു. കേരളത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക ആളുകളെയും അതിൽ പങ്കെടുപ്പിക്കാൻ 3 ദിവസം നീണ്ടുവന്ന വലിയ ഉച്ചകോടിയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അതേപടി തന്നെ നിയമം മൂലം മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായാണെന്ന് എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പഞ്ചവത്സര പദ്ധതികൾ കായിക വകുപ്പിൻ്റെ പ്രവർത്തനം ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ട് ഇത്തവണ അതിൽ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ആ ഒരു ആംഗിളിലേക്ക് 7-5 ഇനിയുള്ള ഭാഗങ്ങളാണ് കായികവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നമ്മളിപ്പോൾ വരുത്തിയുള്ള മാറ്റം, സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ തന്നെ 9 അംഗങ്ങളാണ് പ്രസിഡന്റ് അടക്കം സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉണ്ടാവുകയാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ. അവർക്ക് ഓരോ കായിക ഇനങ്ങളുടെ പ്രത്യേകം ചുമതല കൊടുക്കുക. 43 ഇനങ്ങളാണ് കായിക ഇനങ്ങളായി അംഗീകരിച്ചിട്ടുള്ളത്. ആ 43 ഇനങ്ങളെ 7ആയി മാറ്റി ആ രീതിയിൽ ഓരോരുത്തർക്കും അത് തുല്യമായി ഭാഗിച്ച് നൽകണം. അപ്പോൾ അത്തരം ആ ഒരു ഇനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അതിൽ അംഗങ്ങളായുള്ളത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് പുറമെ സംസ്ഥാനത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന കായിക സംഘടനകൾ, അതിൽ ഓരോ പ്രതിനിധികൾ ഓരോ കമ്മിറ്റിയിലുണ്ട്. കായിക മേഖലയിലെ താരങ്ങളെ വാർത്തെടുക്കുന്നതിനായി 43 കായിക ഇനങ്ങളുടെ ചുമതല സ്പോർട്സ് കൗൺസിലിന്റെ 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ നിലവിലുള്ള 1500 കായികാധ്യാപകരുടെ കുറവ് പരിഹരിച്ച് വിദ്യാർത്ഥികളുടെ കൃത്യമായ പരിശീലനം ഉറപ്പാക്കും. കഴിഞ്ഞ 5 വർഷത്തിനിടെ 5000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കായിക മേഖലയിൽ നടപ്പാക്കിയത്. ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയങ്ങളും കായിക താരങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഈ സർട്ടിഫിക്കറ്റുകളായി സൂക്ഷിക്കുന്ന സംവിധാനവും രാജ്യത്ത് തന്നെ മാതൃകയാണെന്നും ഈ ഡാറ്റാ ബാങ്ക് വഴി വ്യാജ സർട്ടിഫിക്കറ്റുകൾ തടയാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. പി ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസ്ലു, LSGD ജോയിന്റ് ഡയറക്ടർ VK മുരളി, ജനകീയാസൂത്രണ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ S ജമാൽ,
ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ സ്വാഗതവും സെക്രട്ടറി VR അനുജൻ നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം റോഡിൽ ലോറി കേടായി കിടക്കുന്നത് മൂലം കഴിഞ്ഞ 4 ദിവസമായി യാത്രക്കാർ വലിയ ദുരിതത്തിൽ. പുന്നാമ്പറമ്പ് ക്ഷേത്രത്തിന് മുൻവശത്തെ വളവിൽ ഭാരം കയറ്റി വന്ന ലോറിയാണ് യന്ത്ര തകരാർ മൂലം റോഡിൽ കുടുങ്ങിയത്. തിരക്കേറിയ റോഡിൽ വളവിൽ തന്നെ ലോറി കിടക്കുന്നത് ഗതാഗതത്തെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. ലോറി റോഡ് തടസ്സപ്പെടുത്തി കിടക്കുന്നതിനാൽ ഈ റൂട്ടിലോടുന്ന ബസ്സുകൾ മറ്റു വഴികളിലൂടെയാണ് തിരിച്ചുവിടുന്നത്. ഇത് കാരണം തോട്ടര VTB കോളേജ് സ്കൂൾ സ്റ്റോപ്പ് എന്നിവിടങ്ങളിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് ബസ് ലഭിക്കാത്ത അവസ്ഥയാണ്. വിദ്യാർത്ഥികളും സ്ഥിരം യാത്രക്കാരുമാണ് ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടുന്നത്. യാത്രക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലോറി ഉടമയുമായി ബന്ധപ്പെട്ടു. വാഹനം എത്രയും വേഗം റോഡിൽ നിന്ന് നീക്കം ചെയ്യാമെന്ന് ഉടമ അറിയിച്ചതായി ശ്രീകൃഷ്ണപുരം സർക്കിൾ ഇൻസ്പെക്ടർ S. അനീഷ് പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. മദ്ദള വിദ്വാൻ ചെർപ്പളശ്ശേരി ശിവന് പ്രഥമ നവാശ്വത്ത ദേവി പ്രസാദം പുരസ്കാരം സമ്മാനിച്ചു. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 11,111 രൂപയും പ്രത്യേകമായി തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. സബ് കളക്ടർ അർജുൻ സിംഗ് IAS പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ KT ജംസിയ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ചെർപ്പളശ്ശേരിയുടെ പേര് തന്നെ എല്ലാ ഇടങ്ങളിലും പ്രശസ്തിയാർജിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു പേര് ഇത്തരം ഒരു ആളുകളുടെ പേരിൽ വന്നു ചേരാൻ കഴിഞ്ഞതിൽ നമുക്കും അഭിമാനിക്കാം. മദ്ദള ചക്രവർത്തി, മദ്ദള കുലപതി എന്നറിയപ്പെടുന്ന ശിവേട്ടൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മുടെ നാടും നാട്ടുകാരും അറിയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട് നമുക്ക്. കാളവേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KK രഘുനാഥ് സ്വാഗതവും KB രാജാനന്ദ് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ, മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ ചെയർമാൻ ദണ്ഡപാണി, പാരമ്പര്യ ട്രസ്റ്റി മോഴിക്കുന്നത്ത് ദാമോദരൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. മുൻ ട്രസ്റ്റി P. ശ്രീകുമാർ, ചീഫ് കോർഡിനേറ്റർ N. സുകുമാരൻ, K. ബാലകൃഷ്ണൻ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് കുമാർ, KK ഗണേശൻ, V. കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. പുരസ്കാരത്തിന് മറുപടിയായി ചെർപ്പളശ്ശേരി ശിവൻ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. മണ്ണമ്പറ്റ പൂഴിയപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് റോഡരികിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് DYFI. മണ്ണമ്പറ്റ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാതയോരം ശുചീകരിച്ചത്. പൂരങ്ങളും ഉത്സവങ്ങളൊക്കെ ഹരിത പൂരങ്ങളായി മാറ്റണം എന്നുള്ളതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു പൂരം ഉത്സവമായിരിക്കണം എന്ന പഞ്ചായത്തിൻ്റെ ഒരു തീരുമാനത്തിൻ്റെയും ഭാഗമായി ഇവിടെയുള്ള യുവാക്കളും DYFIക്കാരും പ്ലാസ്റ്റിക്കിൻ്റെ ഇറക്കി വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം C. ഓമന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. DYFI നേതാവ് P. ശ്രീജിത്ത്, പഞ്ചായത്ത് അംഗം N. വിദ്യാലക്ഷ്മി, മേഖലാ സെക്രട്ടറി S. ബിനേഷ്, U. അജിത്, വിശാഖ് തമ്പി, എബിൻ ബേബി, P. വിഷ്ണു എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും ഫെബ്രുവരി 10 ചൊവ്വാഴ്ച കൊണ്ടോട്ടിയിൽ നടക്കും. ഹോട്ടൽ മേഖല നേരിടുന്ന വിവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹാര മാർഗങ്ങളും സമ്മേളനത്തിൽ പ്രധാന ചർച്ചയാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ മുഖ്യപ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കുടുംബസംഗമവും കലാപരിപാടികളും TV ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഹോട്ടൽ മേഖലയിൽ ആവശ്യമായ നൂതനമായ സാധന സാമഗ്രികൾ പരിചയപ്പെടുത്തുന്ന ബിസിനസ് എക്സിബിഷനും സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽ മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ KHR സംഘടന ജില്ലയിലെ സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള KHR സുരക്ഷാ പദ്ധതി എന്നുള്ള ഒരു പദ്ധതി ഒരു വർഷമായി സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കിയിട്ടുള്ളത്. 10 ലക്ഷം രൂപയാണ് ഹോട്ടൽ ഉടമകളായ മെമ്പർമാർക്ക് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് സഹായിക്കുന്നത് വലിയൊരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ വിവിധ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള മറ്റുള്ള മേഖലകളിലൊക്കെ KHR എന്ന ഈ സംഘടന വളരെ നല്ല നിലക്ക് പ്രവർത്തനം നടത്തുന്നുണ്ട്.
വാർത്താസമ്മേളനത്തിൽ CH സമദ്, KT രഘു, PP അബ്ദുറഹ്മാൻ, A ഷൗക്കത്ത് അലി, നൌഷാദ് കൊണ്ടോട്ടി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മാനത്തോളം സഹവാസ ക്യാമ്പിന് മണ്ണമ്പറ്റ TTI ക്യാമ്പസിൽ തുടക്കമായി. യുവ എഴുത്തുകാരി CR പുണ്യ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിൽ ആത്മവിശ്വാസം, സാഹസിക മനോഭാവം, തൊഴിലിനോടുള്ള ആഭിമുഖ്യം തുടങ്ങി വിവിധ മേഖലകളിൽ ജീവിത നൈപുണ്യം വികസിപ്പിക്കുന്നതിനുള്ള അനുഭവങ്ങൾ പകർന്നു നൽകുക എന്നതാണ് ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം. 2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ LP, UP വിഭാഗങ്ങളിൽ നിന്നായി 65 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഏറുമാടം, മുള ഊഞ്ഞാൽ, പാചകക്കളരി, വ്യായാമം, പുഴയറിവ്, വിരുന്ന്, തൊഴിലിടം എന്നിങ്ങനെ വൈവിധ്യമാർന്നതും കുട്ടികളിൽ കൗതുകമുണർത്തുന്നതുമായ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. പ്രകൃതിയോട് ഇണങ്ങിയുള്ള പഠനവും വിനോദവുമാണ് ക്യാമ്പിൽ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M അരുണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ലിനി, VC ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK ദ്വാരകനാഥൻ, C ഓമന, AN ദൃശ്യ, V ഗിരിജ, K കേലു, N വാസുദേവൻ, C രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മണ്ണമ്പറ്റ ALP സ്കൂൾ പ്രധാനാധ്യാപിക P ബിജി, എബിൻ ബേബി, ICDS സൂപ്പർവൈസർ AS ജിസ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷവും തന്ത്രി പൂജയും ആരംഭിച്ചു. ഫെബ്രുവരി 15-ന് മഹാശിവരാത്രി ആഘോഷത്തോടെയാണ് സമാപനം. അന്ന് വിശേഷാൽ പൂജകൾ, പുള്ളുവൻപാട്ട്, പ്രസാദകൂട്ട്, നൃത്യങ്ങൾ, കഥകളി തുടങ്ങിയവയും ഉണ്ടാകും. ക്ഷേത്രത്തിൽ അണിമംഗലം നാരായണൻ നമ്പൂതിരിയുടെയും നാഗക്കാവിൽ പാതിരിക്കുന്നത്ത് സുരേഷ് നമ്പൂതിരി, ശ്രീധരൻ നമ്പൂതിരി, സുനിൽ നമ്പൂതിരി എന്നിവരുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ശ്രീരാമസ്വാമിയാണ് മേൽശാന്തി. ഗണപതി ഹോമത്തോടെയുള്ള ശുദ്ധിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തന്ത്രിപൂജ, ശുദ്ധി, നവകം, പഞ്ചഗവ്യം, അഭിഷേകം, ഉമാമഹേശ്വര പൂജ, ശ്രീഭൂതബലി, ഭഗവത് സേവ, ദമ്പതി പൂജ, നാഗപൂജ എന്നിവ ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ഇരിഞ്ഞാലക്കുട അമ്മന്നൂർ ചാക്യാർമഠം ഡോക്ടർ രജനീഷ് ചാക്യാരും സംഘവും അവതരിപ്പിക്കുന്ന മത്തവിലാസം കൂത്ത് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ്. കൂടാതെ ചാക്യാർ കൂത്ത്, വേട്ടേക്കരൻ പാട്ട്, അഷ്ടപതി, പുള്ളുവൻപാട്ട് തുടങ്ങിയവയും വിവിധ ദിവസങ്ങളിലായി നടക്കുന്നുണ്ട്. ഫെബ്രുവരി 14-ന് കബാലി, വാരവും വാരസദ്യയും ഉണ്ടാകും. പുഞ്ചപ്പാടം താറങ്ങാട്ടുമന നാരായണൻ നമ്പൂതിരി നേതൃത്വം നൽകും. മത്തവിലാസം കൂത്ത് 14-ാം തീയതി കൂടിയ ദിവസങ്ങളിൽ ആരംഭിക്കുന്നു. അതിന്റെ അവതാരകൻ ഡോക്ടർ രജനീഷ് ചാക്യാർ, ഇരിങ്ങാലക്കുട ചാക്യാർമഠം. 14-ാം തീയതിയാണ് ഭക്തർക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഉള്ളത്. 1001 രൂപ ഷീട്ടാക്കിയ ഭക്തർ അന്നേ ദിവസം വന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിവരാത്രിയോട് അനുബന്ധിച്ച് കാലത്ത് നാഗപൂജ പാതിരിക്കുന്നത്ത് ബ്രഹ്മശ്രീ സുരേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുള്ളുവൻപാട്ട് അമ്പലപ്പാറ ഗോവിന്ദനും സംഘവും, പുള്ളുവൻകുടം നിറയ്ക്കൽ, നാണയപ്പുറ നിറയ്ക്കൽ, മഞ്ഞൾപ്പുറ നിറയ്ക്കൽ എന്നിവയും വഴിപാടായി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ശിവരാത്രിയോട് അനുബന്ധിച്ച് ശിവപാർവതിമാർക്ക് അതുപോലെ തന്നെ കിരാതമൂർത്തിക്കും ഉമാമഹേശ്വര പൂജ, ദമ്പതി പൂജ എന്നിവ താന്ത്രിക വിധിപ്രകാരം നടത്തപ്പെടുന്നു. ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഉത്തമമായ വഴിപാടാണ് ശിവരാത്രി ദിവസം ദമ്പതി പൂജ കഴിക്കലും ഉമാമഹേശ്വര പൂജ കഴിക്കലും. അതുപോലെ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നൃത്യങ്ങൾ, അതിനു ശേഷം കഥകളി, ദക്ഷയാഗം എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. ഫെബ്രുവരി 15-ന് ശിവരാത്രി ദിനത്തിൽ പുലർച്ചെ മുതൽ പ്രത്യേക പൂജകൾ ആരംഭിക്കും. പ്രഭാത ഭക്ഷണവും ഉണ്ടാകും. രാത്രി 8:30-ന് പുള്ളുവൻപാട്ട്, 10:30-ന് ഉമാമഹേശ്വര പൂജ, ദമ്പതി പൂജ എന്നിവയും തുടർന്ന് നാഗപൂജ, പ്രസാദകൂട്ട് എന്നിവയും നടക്കും. വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം സ്ത്രീകൾക്കായി അടിപ്രദക്ഷിണവും പുരുഷന്മാർക്കായി ശയനപ്രദക്ഷിണവും ഉണ്ടായിരിക്കും. തുടർന്ന് നൃത്യങ്ങളും 11 മണിക്ക് സമന്വയം കുളക്കാട് അവതരിപ്പിക്കുന്ന ദക്ഷയാഗം കഥകളിയോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. CCN കടമ്പഴിപ്പുറം. പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിലെ കിരാത കോവിലിന് ചുറ്റും പുതുതായി വരച്ച ചുമർ ചിത്രങ്ങളുടെ ഉദ്ഘാടനം നടന്നു. ക്ഷേത്രം തന്ത്രി അണിമംഗലം ത്രിവിക്രമൻ നമ്പൂതിരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. KC അശോക് തമ്പാൻ, രവി തമ്പാൻ, ക്ഷേത്രം പ്രസിഡന്റ് രാജൻ മേനോൻ, സെക്രട്ടറി രവി കുളങ്ങര, വൈസ് പ്രസിഡന്റ് ശങ്കരൻകുട്ടി പുലാപ്പറ്റ എന്നിവർ സംസാരിച്ചു. നേത്രോന്മീലനം എന്ന ചുമർ ചിത്രങ്ങൾ വരച്ചത് രാജേഷ് പുലാപ്പറ്റയും ശ്രീകുട്ടൻ രാജുവുമാണ്. CCN കടമ്പഴിപ്പുറം. തദ്ദേശ ഭരണകൂടങ്ങളുടെ മദ്യനിയന്ത്രണാധികാരം പുനഃസ്ഥാപിക്കുക ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള മദ്യനിരോധന സമിതി മലപ്പുറം കളക്ടറേറ്റ് മുന്നിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം ഈ മാസം 14-ന് സമാപിക്കും.
സമരം അവസാനിക്കുന്നതോടെ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ യാത്രയ്ക്ക് തുടക്കമിടും. നമ്മള് 23 ആഗസ്റ്റ് 14 തുടങ്ങിയ സത്യാഗ്രഹമാണ് ഇന്നേക്ക് 907 ദിവസമായി. പണ്ട് 953 ദിവസം മലപ്പുറത്ത് ഒരു സത്യാഗ്രഹം നടത്തിയിട്ടാണ് നായനാർ സർക്കാർ അട്ടിമറിച്ച പഞ്ചായത്തിന്റെ അധികാരം പുനഃസ്ഥാപിച്ചു തരുമെന്ന് UDF നേതാക്കൾ അന്ന് ഉറപ്പു തന്നത് കുഞ്ഞാലിക്കുട്ടി, PM സുധീരൻ, ET മുഹമ്മദ് ബഷീർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2012 സെപ്റ്റംബർ ഒടുവിൽ പഞ്ചായത്തുകളുടെ അധികാരം തിരിച്ചു കിട്ടിയത്. അതിനെ തുടർന്ന് മറ്റൊരു സംഭവം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ 418 അൺക്വാളിഫൈഡ് ബാർ അടച്ചുപൂട്ടണം എന്നുള്ള CAG റിപ്പോർട്ടിന്റെ ബലത്തിൽ ഞങ്ങൾ പിന്നെയും സമരം ചെയ്തു. അങ്ങനെയാണ് ആ 418 ബാറുകൾ കോടതി അടപ്പിച്ചത്. അന്ന് 29 ബാറുകളാ കേരളത്തിൽ. മലപ്പുറം ജില്ലയിൽ ഒറ്റ ബാർ, കടവ് റിസോർട്ട്, ഇന്ന് 35 ബാറുകളായി. കോഴിക്കോട് ഒറ്റ ബാർ, ഇന്ന് 41 ബാറുകളായി. കേരളത്തിൽ മുഴുവൻ ഇത്ര 33 ഇരട്ടി ബാറുകളായി. ഇനിയും ഉണ്ടാതിരുന്നാൽ നാടാകെ ബാർ കൊണ്ട് നിറയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സത്യാഗ്രഹം ആരംഭിച്ചതും ഇതുവരെ പോയതും. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മദ്യശാലകൾക്ക് അനുമതി നൽകാനുണ്ടായിരുന്ന അധികാരം തിരികെ നൽകുക, ലഹരിയുടെ വിപത്തുകളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനായി LP ക്ലാസുകൾ മുതൽ പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2023 ഓഗസ്റ്റ് 14 സത്യാഗ്രഹം ആരംഭിച്ചത്. UDF അധികാരത്തിൽ വന്നാൽ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സമിതി പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൽ സെപ്റ്റംബർ 1 BD സതീശൻ വന്ന് ഉറപ്പ് നൽകി UDF അധികാരത്തിൽ വന്നാൽ ഈ നിയമം പുനഃസ്ഥാപിക്കും. എന്നിട്ട് ഞങ്ങൾ കാര്യപ്പെട്ട ചില ഉറപ്പിനു കൂടി കാത്തു നിന്നു. അവരുടെ ജാഥയിൽ നമ്മുടെ പന്തലിൽ അവർ വരും. കുഞ്ഞാലിക്കുട്ടി സാഹിബും സതീശനവറുകളും അവർ ഉറപ്പ് ആവർത്തിക്കും. അതോടുകൂടി അന്ന് ഞങ്ങളുടെ സത്യാഗ്രഹം അവസാനിക്കും. ഞങ്ങൾ ഉടനെ തന്നെ ഒരു സംസ്ഥാന ജാഥ ആരംഭിക്കും. മലപ്പുറം, കാസർഗോഡ്, തിരുവനന്തപുരം, നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന LDFനെ തിരുത്തുക. LDFന് വോട്ടില്ല എന്നിവരെ ഞങ്ങൾ ചിലപ്പോൾ മാറ്റും ആ മുദ്രാവാക്യം. സത്യാഗ്രഹ സമരം അവസാനിക്കുന്നതോടെ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി യാത്രയ്ക്ക് തുടക്കമിടും. അടുത്തയാഴ്ച ആരംഭിക്കുന്ന യാത്ര മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും തുടർന്ന് തിരുവനന്തപുരം വരെയുമാണ് സംഘടിപ്പിക്കുന്നത്. നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന LDFനെ തിരുത്തുക എന്നതാണ് കേരളയാത്രയുടെ പ്രധാന മുദ്രാവാക്യം. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ, പ്രൊഫസർ TM രവീന്ദ്രൻ, ഖദീജ നർഗീസ്, പ്രൊഫസർ OJ ചിന്നമ്മ, ഇയച്ചേരി പത്മിനി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. താനൂർ കോറാട് GMLP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കായിക മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖല സമ്പദ് മേഖലയായി വളർന്ന സാഹചര്യത്തിൽ പഠനേതര വിഷയങ്ങൾക്കും സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. വിദ്യാഭ്യാസം ജനകീയമായി നടന്നുവന്ന കാലഘട്ടം കൂടിയാണ് ഇത്. വിദ്യാഭ്യാസ രംഗത്ത് 10,000 കോടി രൂപയുടെ വികസനമാണ് ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്ത് നടപ്പാക്കിയത്. 7 ലക്ഷം പേർക്ക് കേരളത്തിനകത്തു തന്നെ തൊഴിൽ നൽകാനും സർക്കാരിനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ക്യാമ്പസായി മാറാൻ പോകുന്ന താനൂർ ഗവൺമെൻറ് കോളേജ് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരണത്തിലേക്ക് നടക്കുകയാണ്. ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ദിനം കൂടിയാണ് വരാൻ പോകുന്ന കോളേജിൻ്റെ നിർമ്മാണ കാലഘട്ടം. ആ കോളേജിൽ തന്നെ പുതിയ സ്റ്റേഡിയം ഗ്രൗണ്ട് അടക്കമുള്ള ലൈബ്രറി, ചുറ്റുമതിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ വിപുലമായിട്ടുള്ളൊരു ക്യാമ്പസാണ്. ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ദേവദാർ, നമ്മൾ 31 കോടി രൂപയാണ് ദേവദാറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചത്.
പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിലെ 7 സ്കൂളുകൾക്ക് 4 കോടി രൂപ സർക്കാർ വകയിരുത്തിയതിൽ ഉൾപ്പെട്ട സ്കൂൾ കെട്ടിടമാണിത്. നിലവിലുള്ള സ്കൂൾ കോമ്പൗണ്ടിൽ 165 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടം 2 നിലകളിലായാണ് നിർമ്മിക്കുക. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. CCN മലപ്പുറം. 2026 SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന യുവജന കമ്മീഷനും അക്ഷര എഡ്യൂക്കേഷണൽ ട്രസ്റ്റും സംയുക്തമായി മികവ് 2026 എന്ന പേരിൽ പരീക്ഷാ കേന്ദ്രീകൃത ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. 10 ചൊവ്വാഴ്ച തിരൂർ വാഗൺ ട്രാജഡി സ്മാരക ഹാളിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ പരീക്ഷാ രീതി എങ്ങനെ തയ്യാറെടുക്കാം, മാനസിക സമ്മർദ്ദമില്ലാതെ എങ്ങനെ പരീക്ഷ എഴുതാം, നിശ്ചിത പരീക്ഷാ സമയം എങ്ങനെ സമർത്ഥമായി ഉപയോഗിക്കാം, ഉപരിപഠനം കുട്ടികളും രക്ഷിതാക്കളും അറിയേണ്ടത് എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്റർനാഷണൽ ട്രെയിനർ ഡോക്ടർ റോജർ ജോസ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നു. മികവ് 2026 എന്ന് നാമകരണം ചെയ്ത ഈ പ്രോഗ്രാം ഫെബ്രുവരി 10 തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് കായിക വകുപ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്നു. 10 നടക്കുന്ന പ്രോഗ്രാമിന് കാലത്ത് 9:30 തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കും അന്ന് ഉച്ചയ്ക്ക് ശേഷം 1:30 തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ താനൂര്, തിരൂര്, പരപ്പനങ്ങാടി എന്നീ ഉപജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി 2 പ്രോഗ്രാമുകളാണ് തിരൂര് 10 വെച്ച് നടക്കുന്നത്. പുതിയ പരീക്ഷാ രീതികളെ എങ്ങനെ നേരിടാം, മാനസിക സമ്മർദ്ദമില്ലാതെ എങ്ങനെ പരീക്ഷ എഴുതാം, നിശ്ചിത പരീക്ഷാ സമയം എങ്ങനെ സമർത്ഥമായി ഉപയോഗിക്കാൻ തുടങ്ങിയ വിഷയങ്ങളിലും ഉപരിപഠന മാർഗനിർദ്ദേശങ്ങളിലും ഊന്നൽ നൽകിയാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രശസ്ത ട്രെയിനർ ഡോക്ടർ റോജസ് ജോസാണ് വിവിധ കേന്ദ്രങ്ങളിൽ ക്ലാസുകൾ നയിക്കുന്നത്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഫെബ്രുവരി 10 ചൊവ്വാഴ്ച രാവിലെ 9:30 തിരൂർ വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാളിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. അന്ന് തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിലെ വിവിധ ഉപജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായി 2 സെഷനുകളിലായി ക്ലാസുകൾ നടക്കും. ഫെബ്രുവരി 11 ബുധനാഴ്ച കോട്ടക്കൽ PM ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 2ാം ദിവസത്തെ പരിപാടി ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്യും. വേങ്ങര, മലപ്പുറം ഉപജില്ലകളിലെ വിദ്യാർത്ഥികൾക്കാണ് അന്നേ ദിവസം പരിശീലനം നൽകുന്നത്. പദ്ധതിയുടെ സമാപന ദിവസമായ വെള്ളിയാഴ്ച 9:30 മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടി P ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്യും. കീഴ്ശ്ശേരി, മലപ്പുറം, കൊണ്ടോട്ടി, മഞ്ചേരി, മങ്കട, പെരിന്തൽമണ്ണ എന്നീ ഉപജില്ലകളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് ഈ ദിവസം ക്ലാസുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. മികവ് 2026 3ാമത്തെ പ്രോഗ്രാം 13-ാം തീയതി വെള്ളിയാഴ്ച കാലത്ത് 9:30 മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് മലപ്പുറം MLA ബഹുമാന്യനായ ശ്രീ ഉബൈദുള്ള സാഹിബ് ഉദ്ഘാടനം ചെയ്യും. ഈ പ്രോഗ്രാം കാലത്ത് കീഴ്ശ്ശേരി, മലപ്പുറം, കൊണ്ടോട്ടി, മഞ്ചേരി ഉപജില്ലകളിലെ വിദ്യാർത്ഥികൾക്കും 2 മണിക്ക് പെരിന്തൽമണ്ണ, മങ്കട വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കുമാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ P ഷബീർ, നജീബ്, അബ്ദുൾ മജീദ് മണിശ്ശേരി, തോമസ് P തോമസ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ വീണ്ടും. മികച്ച കായിക കേരളത്തിനായി തദ്ദേശ സ്ഥാപനങ്ങളും സ്പോർട്സ് കൗൺസിലും കൈകോർക്കണമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക കേരളത്തിന്റെ കുതിപ്പിന് കരുത്തു പകരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുഖാമുഖം സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യനിയന്ത്രണാധികാരം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യ നിരോധന സമിതി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹം ഈ മാസം 14 സമാപിക്കും. സമരം സംസ്ഥാന വ്യാപകമായി പ്രചരിപ്പിക്കാൻ മദ്യനിരോധന സമിതി. മദ്ദള വിദ്വാൻ ചെർപ്പുളശ്ശേരി ശിവന് പ്രഥമ നവ അശ്വത്ഥ ദേവി പ്രസാദ പുരസ്കാരം സമ്മാനിച്ചു. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പുരസ്കാരം. 11,111 രൂപയും പ്രത്യേകം തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും കൈമാറി. താനൂർ കോറോഡ് GMLP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖല സമ്പദ് മേഖലയായി വളർന്ന സാഹചര്യത്തിൽ പഠനേതര വിഷയങ്ങൾക്കും സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് മന്ത്രി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ
പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.